എല്ലാ കണ്ണുകളും ഇനി ചുവപ്പണിഞ്ഞ കൊല്ലത്തേക്ക് നീളുകയാണ്. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കം കുറിക്കുകയാണ്. പ്രതിനിധി സമ്മേളനം നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ AK ബാലൻ പതാക ഉയർത്തി. തുടർന്ന് പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കും. നവകേരള നയരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. സംസ്ഥാന സമ്മേളനത്തിൽ 530 പ്രതിനിധികൾ പങ്കെടുക്കും. 486 പ്രതിനിധികളും അതിഥികളും നിരീക്ഷകരുമായി 44 പേരാണ് പങ്കെടുക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയൻ, MA ബേബി, BV രാഘവലു, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, അശോക് ധാവ്ളെ, A വിജയരാഘവൻ, MV ഗോവിന്ദൻ എന്നിവരും സമ്മേളനത്തിൽ സംബന്ധിക്കും. സമ്മേളനം ഞായറാഴ്ചയാണ് സമാപിക്കുന്നത്. കേരളത്തിലെ CPM ഘടകം കരുത്തുറ്റതാണെന്നും രാജ്യത്തെ ഏക ഇടതുഭരണമായ പിണറായി സർക്കാർ മാതൃകാപരമായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി നയം രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതും കേരളത്തിൽ നിന്നാണെന്നും ബദൽ നയ രൂപീകരണത്തിൽ പിണറായിയും കേരളത്തിലെ ഇടതു സർക്കാരും പ്രശംസ അർഹിക്കുന്നെന്നും കാരാട്ട് കൂട്ടിച്ചേർത്തു. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുതിയ നിലപാടുകൾ എന്താകുമെന്നും CPM-ന്റെ പുതിയ ഭരണനയം എന്തൊക്കെ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുമാണ്. പിണറായി സഖാവ് മത്സരിക്കാനില്ല എന്നുകൂടി അഭ്യൂഹങ്ങൾ പരക്കുന്നതോടെ അങ്ങനെയെങ്കിൽ അടുത്ത മുഖ്യൻ ആരാകുമെന്നും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം കേരള സമൂഹവും ഉറ്റുനോക്കുന്നുണ്ട്. ഇനി ആരാ സ്ഥാനത്തേക്ക് വന്നാലും ഒരു നാട്ടിൽ ഭരണ തുടർച്ച നിലനിർത്തി സമ്പൂർണ്ണ വികസനം കൊണ്ടുവന്ന പിണറായി വിജയനെ പോലെ ഒരാൾ പിന്നിലുള്ളപ്പോൾ കോൺഗ്രസുകാരുടെയോ BJP അനുഭാവികളുടെയോ ഒരു കുതന്ത്രവും കേരള മണ്ണിൽ വിലപ്പോവില്ല എന്ന് ഉറപ്പാണ്. പിണറായി തന്നെ വീണ്ടും ഒരു ടൈം കൂടി ഇടതുമുന്നണിയെ നയിക്കുമെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഒരു തീരുമാനവും കൈക്കൊണ്ടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് രാവിലെ വ്യക്തമാക്കിയതോടെയാണ് വെടിക്കെട്ടിന് തുടക്കമായിരിക്കുന്നത്. യുവ നേതാക്കളെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ നടപ്പിലാക്കിയ 2 ടൈം എന്ന ആശയത്തിൽ തനിക്കും ഇളവ് വേണ്ടെന്ന് പിണറായി പറയുന്നതോടെ ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹം വീണ്ടും ജനസമ്മതനാവുകയാണ്. പിണറായി മത്സരിക്കണോ എന്ന കാര്യം പോലും പാർട്ടി തീരുമാനിച്ചിട്ടില്ല. AK ബാലനും PK ശ്രീമതിയും പ്രായപരിധി മാനദണ്ഡത്തിൽ പുറത്താകും. അതുകൊണ്ട് അവർക്ക് മത്സരിക്കാൻ സാധിക്കില്ല. പിണറായി വിജയൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇളവ് നൽകിയിരുന്നു. അത് മുഖ്യന് കേരള സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന ജനസമ്മതി കാരണം തന്നെയാണ്. പിണറായി തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ അദ്ദേഹം തന്നെയാണ് ഇടതുപക്ഷത്തിന് ചുക്കാൻ പിടിക്കാൻ നല്ലതെന്ന തീരുമാനമാണ് അന്ന് പാർട്ടി കൈക്കൊണ്ടത്. പാർട്ടിക്ക് ഇക്കുറിയും ഈ അഭിപ്രായത്തിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിലും പിണറായിയുടെ സമ്മതം അതിന് ആവശ്യമാണ്. രാജ്യത്ത് CPM-ന് അധികാരമുള്ള ഏക സംസ്ഥാനം എന്ന നിലയിൽ അത് നിലനിർത്താൻ പിണറായി തന്നെ നയിക്കണമെന്ന PV തീരുമാനിച്ചാൽ കാര്യങ്ങൾ വീണ്ടും പിണറായി ഭരണത്തിലേക്ക് തന്നെ എത്തും. വിഭാഗീയതയ്ക്ക് തെല്ലുമിടമില്ലാത്ത സംസ്ഥാന സമ്മേളനം എന്നാണ് മാധ്യമങ്ങൾ ഇത്തവണത്തെ കൊല്ലം സമ്മേളനത്തെ വിശേഷിപ്പിക്കുന്നത് പോലും.